നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഓഗസ്റ്റ് 1, അതായത് നാളെ 10th പ്രിലിംസ് പരീക്ഷ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. 20 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. 17 മാർക്കാണ് ഇതിന്റെ കട്ട് ഓഫ്. അപ്പൊ 17ഉം അതിന്റെ എബോവും വാങ്ങിക്കഴിഞ്ഞാൽ വെരി ഗുഡ്. നിങ്ങൾ 20 ഔട്ട് ഓഫ് 20 തന്നെ വാങ്ങണം. 17 ഒരിക്കലും താഴോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യവും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി ഉത്തരത്തിലേക്ക് എത്തുക. നിങ്ങളുടെ മാർക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്തിരിക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഐശ്വര്യമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പേനയും പേപ്പറൊക്കെ എടുത്ത് സെറ്റ് ആവുക. ആദ്യത്തെ ചോദ്യം, ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശബ്ദവും പ്രകാശവും വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്രകാശം അനുദൈർഘ്യ തരംഗവും ശബ്ദം അനുപ്രസ്ഥ തരംഗവുമാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണ്. ഓപ്ഷൻ നോക്കുക, ഉത്തരത്തിലേക്ക് എത്തുക. എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ശബ്ദം അനുദൈർഘ്യ തരംഗമാണ്. പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ്. പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണ്. അപ്പൊ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ശബ്ദത്തെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? അക്കൗസ്റ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ശബ്ദതരംഗം അനുദൈർഘ്യ തരംഗമാണ്, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. പ്രകാശം അനുപ്രസ്ഥം, അതായത് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് ഓർക്കുക. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ, dB കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 3 സ്റ്റേറ്റ്മെന്റ്. പാമ്പൻ പാലത്തെ കുറിച്ചാണ്. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 9-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്റർ ആണ്. അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഓപ്ഷൻ നോക്കൂ, ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. 2025 ഏപ്രിൽ 6-ന് തന്നെയാണ് പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ്. നീളം 2.07 കിലോമീറ്റർ. അടുത്ത ചോദ്യം, 2026-ൽ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഇന്ത്യയാണ് ബ്രിക്സ് ഉച്ചകോടി 2026-ലെ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ, സ്റ്റീഫൻ ഹോക്കിംഗ്, ഐസക് ന്യൂട്ടൺ, കാൾ സാഗൺ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഐസക് ന്യൂട്ടൺ ആണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. അപ്പൊ ഓപ്ഷൻ എ, ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട പോയിന്റ് ഏതൊക്കെയാ? ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ്, ആധുനിക ഫിസിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഊർജ്ജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീന് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? 1921 ആണ്. മലബാർ കലാപം നടന്ന വർഷം 1921. തിയറി ഓഫ് റിലേറ്റിവിറ്റി, അതിന്റെ മലയാളം എന്തുവാണ്? ആപേക്ഷിക സിദ്ധാന്തം. ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. കൂടാതെ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനും ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അടുത്ത ചോദ്യം, ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആര്? ഗലീലിയോ, ന്യൂട്ടൺ, ആർക്കിമിഡീസ്, ഐൻസ്റ്റീൻ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ആർക്കിമിഡീസ് ആണ് ഉത്തോലക നിയമം ആവിഷ്കരിച്ചത്. റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ് ഏത്? ഓം, ഓമീറ്റർ, ഫാരഡ്, ഹെൻറി. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓമീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റി അളക്കുന്നത് ഓമീറ്ററും റെസിസ്റ്റൻസ് ആണെങ്കിൽ ഓമും ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ്. ഹെൻറി എന്നത് ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ആണ്. പ്രവേഗം, വേഗത, ഇവയുടെയൊക്കെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പവറിന്റെതോ വാട്ട് ആണ്. വൈദ്യുത ചാർജ് ചോദിച്ചാൽ കൂളോം ആണ്. കൂളോം. റെസിസ്റ്റിവിറ്റി ഓമീറ്റർ, റെസിസ്റ്റൻസ് ഓം. വൈദ്യുത ചാലകത ചോദിച്ചാൽ സീമെൻസ് ആണ്. സീമെൻസ്. കപ്പാസിറ്റൻസ് ഫാരഡ് ആണ്. ആവൃത്തിയാണെങ്കിലോ ഹേർട്സ് ആണ്. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹേർട്സ്. അടുത്ത ചോദ്യം, STPയിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ, ഇതിൽ ഒരു മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം എത്രയാണ്? 11.2 ലിറ്റർ ആണോ? 224 ലിറ്റർ ആണോ? 22.4 ലിറ്റർ ആണോ? 112 ലിറ്റർ ആണോ? ഉത്തരം എഴുതിക്കോളൂ.
ഉത്തരം ഓപ്ഷൻ സി 22.4 ലിറ്റർ ആണ് STPയിൽ 1 മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം. കപട സംക്രമണ മൂലകം ദാറ്റ് ഇസ് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ് ഈ തന്നിരിക്കുന്നതിൽ ഏതാ? കോപ്പർ, അയൺ, സിൽവർ, സിങ്ക്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ, സിങ്ക് ആണ് കപട സംക്രമണ മൂലകം. അപ്പൊ കപട സംക്രമണ മൂലകങ്ങൾ അഥവാ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് ഏതൊക്കെയാ? സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആണ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇവ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? 12ാം ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് എന്നുകൂടി ഓർക്കുക. അടുത്ത ചോദ്യം, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ് എപ്പോഴും ചോദിക്കാറുണ്ട്? സിങ്ക്, കോപ്പർ, അയൺ, ഗോൾഡ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം സിങ്ക് ആണ്. ഇതൊരു 100 ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, 100-ലധികം ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിര്? PSC എപ്പോഴും ചോദിക്കുന്ന അയിരുകളാണ് കലാമിനും അതുപോലെ ബോക്സൈറ്റ്. ബോക്സൈറ്റ് ഏതിന്റെ അയിരാണ്? അലുമിനിയത്തിന്റെ അയിരാണ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ലോക കാലാവസ്ഥാ ദിനം ഫെബ്രുവരി 23, മാർച്ച് 23, മാർച്ച് 22, ഫെബ്രുവരി 22. ഉത്തരം എഴുതിക്കോളൂ. വനജയുടെ കാലിൽ ക്ഷയം മാർച്ച് 21, 22, 23 ആണ് കാലാവസ്ഥ. ക്ഷയം 24. വനജ വനം 21, ജലം 22, കാലാവസ്ഥ 23, ക്ഷയരോഗം 24. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് ആര്? ഐസക് ന്യൂട്ടൻ ആണോ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണോ, റോമർ ആണോ, ഗലീലിയോ ആണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി, റോമർ ആണ് പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ. സൂര്യപ്രകാശത്തിന് 7 വർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൻ ആണ്. ഐസക് ന്യൂട്ടൻ പ്രകാശത്തിന്റെ പാർട്ടിക്കിൾ നേച്ചർ അഥവാ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചതും ഐസക് ന്യൂട്ടൻ ആണ്. ഇനി ആൽബർട്ട് ഐൻസ്റ്റീനോ? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ആരാണ് ചോദിച്ചാൽ ആരാ? ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഹെൻറിച്ച് ഹെർട്സ്. റോമർ ആണ് പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണക്കാക്കിയത്. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ലിയോൺ ഫുക്കാൾട്ട്. ലിയോൺ ഫുക്കാൾട്ട്. അടുത്ത ചോദ്യം, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? ഡോപ്ലർ ഇഫക്റ്റ്, അനുരണനം, പ്രതിധ്വനി, അനുനാദം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ഡി, അനുനാദമാണ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? അനുനാദം. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം ഏത്? വൈലിറ്റ, മുസിരിസ്, നെൽക്കിണ്ട, നൗറ. ഉത്തരം എഴുതിക്കോളൂ. മുസിരിസ് ആണ്. മുസിരിസ്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏത്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, പർവ്വത വനങ്ങൾ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം. അടുത്ത ചോദ്യം നോക്കാം, ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ബംഗാളിന്റെ ദുഃഖം ഗോദാവരി ആണോ, ദാമോദർ ആണോ, സോൺ ആണോ, കോസി ആണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ദാമോദർ ആണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെയാണ്? കൽപ്പാക്കം, നറോറ, താരാപൂർ, കേരം. ഉത്തരം എഴുതിക്കോളൂ. ഓപ്ഷൻ സി, താരാപൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, സ്ട്രാറ്റോസ്ഫിയർ ആണ്. അടുത്ത ചോദ്യം, അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അനിമോമീറ്റർ, തെർമോമീറ്റർ, മെർക്കുറി ബാരോമീറ്റർ, വിൻഡ് വെയിൻ. ഉത്തരം എഴുതിക്കോളൂ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മെർക്കുറി ബാരോമീറ്റർ. അനിമോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? കാറ്റിന്റെ വേഗതയും ദിശയും അളക്കാനാണ് അനിമോമീറ്റർ ഉപയോഗിക്കുന്നത്. ബാരോമീറ്ററോ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു. ലാക്ടോമീറ്റർ എന്തിനു ഉപയോഗിക്കുന്നു? പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാനാണ് ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്. തെർമോമീറ്റർ ടെമ്പറേച്ചർ അളക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇനി ഓഡോമീറ്ററോ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ദൂരം അളക്കാനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം, ലോക ഭൂമി ദിനം അഥവാ ഭൗമദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ജൂൺ 5, മാർച്ച് 22, ഡിസംബർ 11, ഏപ്രിൽ 22. ഉത്തരം എഴുതിക്കോളൂ.
ഉത്തരം ഏപ്രിൽ 22 ഏപ്രിൽ 22. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണ്? അപവർത്തനം, വിസരണം, പ്രതിഫലനം, പൂർണ്ണാന്തര പ്രതിഫലനം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം വിസരണമാണ്, വിസരണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് 20 ചോദ്യങ്ങൾ. മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. 20ൽ 20ഉം വാങ്ങിയവർക്ക് കൺഗ്രാചുലേഷൻസ്. ഇതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക. നാളത്തെ പരീക്ഷയ്ക്ക് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ട് വരിക. 17 കട്ട് ഓഫ്. 17 എബോ കിട്ടിയ എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് കേട്ടോ. നന്നായിട്ട് തന്നെ നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ 17 കുറവ് മാർക്ക് കിട്ടിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയ ഏരിയ മനസ്സിലാക്കി അതിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുമായിട്ട് അടുത്തടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.